ഹലോ, ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ്. ലാലൂട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മുഖത്തേക്ക് നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. നേരം വെളുത്തിട്ട് കുറച്ച് നേരമായി. എഴുന്നേക്കാൻ കുറച്ച് നേരം വൈകി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ വീട്ടിൽ വന്നാൽ കുറച്ചധികം നേരം കിടന്നുറങ്ങും. പിന്നെ ഉമ്മാർത്ത് പോയി നോക്കി കഴിഞ്ഞാൽ പശുക്കളെ ഉമ്മാർത്ത് കെട്ടിയിട്ടുണ്ട്. ഉമ്മാർത്ത് മീൻസ് മുറ്റത്ത്. അത് കഴിഞ്ഞ് തൊഴുത്തിൽ 2 കുഞ്ഞു പശുക്കളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം ഉമ്മാർത്ത് ഇങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിൽ വന്ന് ഇനി കുളിക്കാനുള്ള പരിപാടിയിലാണ്. ലാലോട്ട് എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, തല തോർത്താണ്. അങ്ങനെ തല തോർത്ത് എന്നെ കാണില്ല, ഞാൻ കുമ്പിട്ട് ഇങ്ങനെ നോക്കാം. ഞാൻ കുറച്ച് ഹൈറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇതൊരു ബനിയനാട്ടോ, പഴയ ബനിയനിട്ട് മുടി കെട്ടി വെച്ചാൽ പെട്ടെന്ന് മുടി ഉണങ്ങുമെന്ന് പറയുന്നേക്കാം. അപ്പം ഞാൻ ബനിയനിട്ട് ഇങ്ങനെ മുടി കെട്ടി വെക്കണം. അത് കഴിഞ്ഞൊരു കുറിയൊക്കെ ഇട്ടു. അമ്മ എപ്പോഴും പറയും കുളിച്ച് കഴിഞ്ഞാൽ കുറിയിടണം, പക്ഷെ ഞാൻ കുറിയിടാറില്ല. ഇന്നൊരു കുറിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയ്ക്ക് വിട്ടു. അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. നമ്മൾ ബീഫ് റോസ്റ്റും കുടുത്തച്ചാറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. ഇത് ഏട്ടൻ ഗൾഫിലാണ്. അപ്പോൾ ഏട്ടനെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ഏട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ്. അപ്പോൾ രാജപാപ്പൻ ഗൾഫിൽ പോകുന്നുണ്ട്. അപ്പോൾ രാജപാപ്പൻ ഗൾഫിൽ പോകുമ്പോൾ പാപ്പൻ്റെ കയ്യിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കുകയാണ്. നമ്മൾ അച്ചാറിലേക്കുള്ള പരിപാടിയാണ്. അച്ചാറിലേക്കുള്ള കൂടുതൽ മസാല തേച്ച് വെച്ചതാണ് അത്. ഇത് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമ്മൾ അരച്ച് അതിൽ കുഴച്ച് വെക്കുകയാണ്. കുഴച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കും. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഉമ്മാർത്ത് നോക്കുമ്പോൾ ഒരാളെ എഴുന്നേറ്റിട്ടുണ്ട്. ഉമ്മാർത്ത് പോയി കിടക്കണം. അപ്പം ഞാൻ അവനെ എടുത്ത് പൊന്തിച്ച് തോളത്തൊക്കെ കിടത്തിയിട്ട് നമ്മുടെ കുട്ടി എഴുന്നേറ്റ് ഒഞ്ഞി പല്ലൊക്കെ തേക്കേണ്ടേ, ചായയൊക്കെ കുടിക്കേണ്ടേ പറഞ്ഞിട്ട് നാട്ടിൽ കളിക്കുകയാണ് അവനിട്ട്. അപ്പോൾ ഞാൻ അവനോട് എടാ ഹായ് പറയടാ, നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ, ഹായ് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് അവൻ പറയണൊന്നുമില്ല. അവനില്ലെങ്കിൽ അവനും അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് അവനെ ചായപ്പാപ്പ് വേണ്ട, അവന് ബിസ്ക്കറ്റ് മതി പറഞ്ഞിട്ട് ബിസ്ക്കറ്റും ചായയും കുടിക്കുകയാണ്. നമ്മൾ കുടുത മേടിച്ചില്ലേ, അപ്പോൾ കുടുത മേടിച്ചപ്പോൾ കുടുതയിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി എടുത്തതിൻ്റെ ബാക്കി തലയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ നമ്മൾ കറി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അതിനുള്ള അരപ്പ് ഉണ്ടാക്കിയത് നമ്മൾ കുടുത വറക്കുകയാണ്. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കുടുത നന്നായി മുരിച്ച് വറക്കണം. ഇത് നമ്മൾ കറിയിലേക്കുള്ള അരപ്പ് അരയ്ക്കുകയാണ് കേട്ടോ. അതിൽ തന്നെ നമ്മളുടെ കറിയുടെ പരിപാടിയും കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതൊന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ വേഗം ചീഞ്ഞു പോകും. അപ്പം നമ്മൾ വേഗം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൊയ ഉണ്ടാവില്ല, ചീഞ്ഞ ചൊയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കൊരു ചീഞ്ഞ ചൊയ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ലാലൂട്ടാൻ വന്നിട്ട് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുകയാണ്. അവനെ പിന്നെ ഞാൻ രാവിലെ കുറച്ച് നേരം എടുത്തിറന്നിട്ട് അപ്പം അവനെ ഹായ് പറഞ്ഞു കേട്ടോ. അവൻ ഹായ് പറയാണ്ട് ഇപ്പോൾ ഞാൻ അവൻ്റെ ഹായ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അവനെ ഹായ് പറഞ്ഞു. നേരത്തെ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇതിലിരുന്നപ്പോൾ ഹായ് പറഞ്ഞില്ല. ഇപ്പം അവന് ഹായ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ അടുത്തിറന്നു. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. ഒരടുപ്പത്ത് നമ്മൾ മീൻ കറി, ഒരടുപ്പത്ത് നമ്മൾ കുടുത വറക്കാനും ഇട്ടിട്ടുണ്ട്. നമ്മൾ പക്ഷേ അച്ചാർ ഉണ്ടാക്കുന്നത് ഗ്യാസുമ്മലാട്ടോ. കാരണം ഗ്യാസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തീ കുറയ്ക്കാനും തീ കൂട്ടാനൊക്കെ പറ്റും. നമ്മൾ കുടുത വറക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ടും പിന്നെ അച്ചാർ ഉണ്ടാക്കുന്നത് ഗ്യാസുമ്മൽ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ കുടുത അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുടുത അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. കടുകിട്ടു, പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി നന്നായി മൂപ്പിക്കണം. അതിങ്ങനെ ഇരുന്ന് മൂപ്പിച്ചിങ്ങനെ ഒരു തരി പോലെ ആവണം. അങ്ങനെ വേണം മൂപ്പിച്ചെടുക്കാൻ അച്ചാറുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ വേഗം ചീത്തയായി പോകും. അത് കഴിഞ്ഞ് നമ്മൾ മീൻ വറുത്തത് ചേർത്തു, സുർക്ക ഒഴിച്ചു. വെള്ളം തീരെ പാടില്ല കേട്ടോ, സുർക്കാണ് ഒഴിക്കേണ്ടത്. സുർക്ക അധികം ഒഴിക്കാനും പാടില്ല, തീരെ വെള്ളം പാടില്ല. വെള്ളം ഉണ്ടായാൽ പെട്ടെന്ന് കേടുവരും. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അച്ചാർ, നമ്മൾ കുടുത്ത അച്ചാർ. നല്ല മണം കേട്ടോ. ഇത് കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ രാവിലത്തെ ഒരു വിധം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തല ഇങ്ങനെ തോർത്തിങ്ങനെ ഇരിക്കുകയാണ്. റോസ്റ്റ് നമ്മൾ നാളെയാണ് ഉണ്ടാക്കുന്നത്. നാളെയാണ് പാപ്പം പോകുന്നത്. നാളെ ഒരു വൈകുന്നേരമാണ് പാപ്പം പോകുന്നത്. അപ്പോൾ രാവിലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇതില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് നമ്മൾ എത്ര നേരം വഴി ഉണ്ടാക്കണം അത്രയല്ല നല്ലത്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ഉണ്ടാക്കുന്നത് ഇതിന് വേവിച്ച് വെച്ചു, എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചു. നാളെ രാവിലെ എഴുന്നേറ്റ് അത് ഉണ്ടാക്കിയാൽ പോരെ. അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.